അപ്പോൾ സാധാരണ വേറൊരു പാട്ടെഴുത്തുകാരനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ഒരു 5 പാട്ടെഴുതി തരണം എന്ന് പറയുമ്പം അതൊരാളുടെ ഒരു ആനുകൂല്യം, ഒരു ഫേവർ ചോദിക്കലാണ്. അത് എം ടിക്ക് പറ്റില്ല. എം ടി എന്തെഴുതും? അതേ ഇരുന്ന് പാട്ടം എഴുതി. എഴുത്തുകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുത്തുകാരൻ്റെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയും തലകുനിക്കാത്ത ഒരാളാണ് എം ടി. അത് അധികാരികൾ, രാഷ്ട്രീയക്കാർ, പണക്കാർ, പിന്നെ വേറെ സിനിമാ താരങ്ങൾ. അപ്പം ഞാൻ കണ്ട ഒരു രംഗം പറയാം. അദ്ദേഹം അവിടെ അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ്. ഞാനതിൻ്റെ ഒരു സാധാരണ ജനറൽ കൗൺസിൽ അംഗമാണ്. അദ്ദേഹമാണ് എന്നെ അംഗമാക്കിയത്. അപ്പോൾ അംഗമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കാരശ്ശേരിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വളരെ അപൂർവമാണ്. അവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കാരശ്ശേരിയാണ്, വിളിക്കാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ വാചകം, നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പറ്റിയോ മറ്റു പാർട്ടിക്കാരെ പറ്റിയോ അഭിപ്രായം പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനാകെ അമ്പരുന്നു, എന്താ എം ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാതെ. അപ്പോൾ ഞാനൊന്ന് അമ്പരന്നു. കാരണം ഇത് സർക്കാർ ഇടപാടായത്. അപ്പോൾ നമ്മൾ ഈ വായി തോന്നിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ അത് എം ടിക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാണ് എം ടി ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തതെന്താണ്, അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ആളുകളെ എങ്ങനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എം ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അക്കാദമിയുടെ കാലത്ത് അദ്ദേഹം ചെയ്തൊരു പണി, ഒരു അഖിലേന്ത്യാ സാഹിത്യ സമ്മേളനം വയ്ക്കുകയാണ്. സാഹിത്യ സമ്മേളനം വെച്ചു. അപ്പോൾ തൃശ്ശൂർ കാസിനോ ഹോട്ടൽ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ എം ടിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. മാഷെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാത്ത അത്ര ഓർമ്മകൾ. അതൊക്കെ നിങ്ങളിപ്പം നിങ്ങളുടെ പണിയൊക്കെ മനസ്സിലാവും. തീർച്ചയായും ആ വിധത്തിൽ ഓർമ്മകളുടെ ഒരു കടലലകൾ അലക്കുന്ന ഒരു നിമിഷമാണ് മാഷെ. എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുന്നു. ഇത്ര കാലങ്ങളിലായി, പല കാലങ്ങളിലായി എത്രയോ തലമുറകളെ സ്പർശിച്ച് കടന്നുപോയ മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ. എത്രയോ തലമുറകളുടെ അസ്തിത്വഭാരത്തെ, അസ്തിത്വ ദുഃഖത്തെ ആഴത്തിൽ സ്പർശിച്ചറിഞ്ഞ ഒരാൾ, അതേക്കുറിച്ച് ദീർഘമായി എഴുതിയ ആൾ. വൈകാരികമായും ദാർശനികമായുമെല്ലാം മലയാളി മനസ്സിനെ ഇത്രമേൽ സ്പർശിച്ച, സ്വാധീനിച്ച, തൊട്ടറിഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയം. എത്രയോ തലമുറകൾക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു. നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടേ സഞ്ചരിച്ച ഒരാൾ. എല്ലാ തലമുറകളുടെയും ചുവരെഴുത്തു വായിച്ച ഒരാൾ. അവർക്കൊപ്പം ഭാവനകളെ വിടർത്തിയ ഒരാൾ. എത്രയോ തലമുറകളെ വസന്തത്തിൻ്റെ തണുപ്പനുഭവിപ്പിച്ച ഒരാൾ. എത്രയോ തലമുറകളുടെ വേദനകളുടെ ആഴം തൊട്ടറിഞ്ഞ ഒരാൾ. അവർക്ക് വേണ്ടി എഴുതിയ ഒരാൾ. നഷ്ടപ്പെടലുകളെക്കുറിച്ച്, ദുഃഖത്തെക്കുറിച്ച്, ഇച്ഛാഭംഗത്തെക്കുറിച്ച്, ജീവിത പരാജയത്തെക്കുറിച്ച് നിരന്തരം എഴുതിയ ഒരാൾ. ജീവിതം ഒരു വലിയ നുണയാണ് എന്ന് പറയുകയും പരമമായ സത്യം മരണമാണ് എന്ന് രേഖപ്പെടുത്തിപ്പോയ ഒരാൾ. എം ടി ജീവിതത്തിൻ്റെ ആഴമുള്ള നഷ്ടത്തെയും അർത്ഥശൂന്യതയും തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ദാർശനികമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് എഴുതി നിറച്ച ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിന് അദ്ദേഹത്തെ ഇനി എത്ര നൂറ്റാണ്ടുകളും ഓർത്താലും മതിയാവില്ല. ലോകത്തിൻ്റെ നെറുകയിൽ, ലോക സാഹിത്യവേദിയുടെ നെറുകയിലേക്ക് മലയാളിക്ക് അഭിമാനത്തോടെ എടുത്തു പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന
രണ്ടക്ഷരം MT വാസുദേവൻ നായർ. അദ്ദേഹം മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മനുഷ്യരുടെ സകല വികാരങ്ങളെക്കുറിച്ചും നിരന്തരമായി എഴുതിക്കൊണ്ടേയിരുന്നു. ആ എഴുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ചേർന്നു പോകുന്നവയോ അവയെ സ്പർശിച്ചവയായിരുന്നു എന്നതിൽ തർക്കമില്ല.